ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 നമ്പർ വേൾഡ്. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൽ കഴിഞ്ഞ ലെസണിൽ നമ്മൾ കോമ്പസും എങ്ങനെയാണ് പിക്ചർ വരക്കുക, സർക്കിൾ വരക്കുക എന്നൊക്കെയാണ് പഠിച്ചത്. ഇനി പുതിയ ചാപ്റ്ററിൽ നമ്മൾ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പം എല്ലാ ലൈൻ ബൈ ലൈനും ആയിട്ട് വായിച്ചു പോയാൽ കൂട്ടുകാർക്ക് ബോറടിക്കും. അപ്പം നമുക്കതിൻ്റെ കൺസെപ്റ്റ്സ് പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് എങ്ങനെയാണ് ക്ലാസ് വേണ്ടത്, ഈ മെത്തേഡിലാണോ അതോ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് പറഞ്ഞു തരികയാണോ വേണ്ടത് എന്ന് വെച്ചാൽ കൂട്ടുകാരൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതെന്താ 1. ഓക്കെ, 1. 1ൻ്റെ കൂടെ ഒരു 0 കൂടി ചേർത്തപ്പോൾ അതെന്തായി 10 ആയി. ഈ 10ൻ്റെ കൂടെ ഒരു 0 കൂടി ചേർത്തപ്പോൾ അതെങ്ങനെയായി 100 ആയി. ഇനി ആ 100ൻ്റെ കൂടെ ഒരു 0 കൂടി ചേർത്താൽ അതെന്തായി 1000 ആയി. ഇനി ആ 1000ൻ്റെ കൂടെ ഒരു 0 കൂടി ചേർത്താൽ എന്തായി 10,000 ആയി. ഓക്കെ, അപ്പോൾ 1, 10, 100, 1000, 10,000. ഓക്കെ, അപ്പം ഇതെങ്ങനെ വായിക്കാന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ 0 കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ റാൻഡം ആയിട്ട് ഇങ്ങനെ ഒന്നും എഴുതി നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഇതെങ്ങനെ വായിക്കാന്ന് വെച്ചാൽ വൺസ്, ഇത് വൺസ്, ഇത് വൺസിൻ്റെ സ്പേസ്, ഇതെന്താ ടെൻസ്, ഇതെന്താ 100, ഇതെന്താ 1000, ദെൻ അടുത്തത് എന്താ 10,000. അങ്ങനെയാണ് നമ്മളിത് പറയുക. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എന്താണ് എങ്ങനെയാണ് 10,000 വന്നത്? വൺസിൻ്റെ അവിടെ 0, ടെൻസിൻ്റെ അവിടെ 0, 100ൻ്റെ അവിടെ 0, 1000ൻ്റെ അവിടെ 0, ദെൻ 10,000ൻ്റെ അവിടെ എന്തായി 1 ആയി. അപ്പം ഇതെന്തായി 10,000 ആയി. ഇനി 1000 ആവുകയാണെങ്കിൽ 1000ൻ്റെ അവിടെ 1, ബാക്കി എല്ലായിടത്തും 0 വരും. ഇനി 100 ആണെങ്കിൽ 100ൻ്റെ അവിടെ 1, ബാക്കി രണ്ട് സ്ഥലത്തും എന്ത് വരും 0 വരും. ഓക്കെ അല്ലേ? ഇനി 10 ആണെങ്കിൽ 1, 0, 1 ആണെങ്കിൽ 1 മാത്രം. ഓക്കെ, സോ can't we shift 1 still further left and make larger number? അപ്പം ഇതെന്താ, ഇതിലിപ്പോൾ 1 ഇവിടെ നമുക്ക് ഈ 1 ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പുറത്താക്കി, എന്നിട്ട് ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0 എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സംഖ്യ ഏതായിരിക്കും? 1, 10, 100, 1000, 10,000 കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് എന്ത്? ലാക്ക്. എന്താണ്? ലാക്ക്. ഓക്കെ, അപ്പൊ ലാക്കിന് എത്ര 0 വരും? 1, 2, 3, 4, 5 പൂജ്യങ്ങൾ. നമുക്ക് നോക്കാം. 1, 2, 3, 4, 5 പൂജ്യങ്ങൾ ചേർന്നപ്പോൾ അതെന്തായി? ഒരു ലക്ഷമായി, 1 lakh ആയി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ 1 ഇവിടെ അല്ലേ, ഇനി ഈ 1 നമ്മൾ ഒന്നും കൂടി അപ്പുറത്ത് കൊണ്ടിട്ട് നോക്കി. അപ്പം ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0, ഇവിടെയും 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 എല്ലാം 0. അപ്പോൾ 1, 2, 3, 4, 5, 6 0. 1000 ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? ഒരു 0 കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ 10,000 ആയി. അപ്പോൾ ലാക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ എന്ത് വരും? 10 lakh ആവും. എന്താണ്? 10 lakh. അപ്പോൾ 1, 2, 3, 4, 5, 6 പൂജ്യങ്ങൾ വന്നാൽ എന്താവും? അത് 10 lakh ആയി. ഇനി 10 lakhൻ്റെ അപ്പുറത്ത് പോവുകയാണെങ്കിൽ, അതായത് 7 പൂജ്യം ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ക്രോർ. എന്താണ്? ക്രോർ. അപ്പോൾ പഠിഞ്ഞില്ലേ? ഇത് വൺസ് ആണ്, ഇത് ടെൻസ് ആണ്, ഇത് 100 ആണ്, ദെൻ ഇതെന്താണ്? 1000 ആണ്, ദെൻ പിന്നെ ഇതെന്താ? 10,000 ആണ്, ദെൻ ഇതെന്താ? ലാക്ക് ആണ്, ദെൻ അപ്പുറത്തിട്ട ഇതെന്തായി? 10 lakh ആയി. ദെൻ അടുത്തത് എന്താ? ക്രോറായി. 1, 10, 100, 1000, 10,000 lakh, ക്രോർ, 10 lakh ക്രോർ. ഓക്കെ,
അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇത് കൂട്ടുകാർ പഠിച്ചു വെക്കുക. എന്താണ്? ഒരു മിനിറ്റ്. Ones, tens, 100, 1000, 10,000, lakh, 10 lakh. 10 lakh കഴിഞ്ഞാൽ പിന്നെ ഏതാ? crore. എന്താണ്? crore. അപ്പൊ ones, tens, 100, 1000, 10,000, lakh, 10 lakh, crore. Okay. ഓക്കെ, അപ്പം നമ്മൾ മേലെ പഠിച്ചിട്ടുള്ള ടേബിളാണ് ഒന്നും കൂടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. വൺസ്, ടെൻസ്, 100, 1000, 10,000 വരെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ദെൻ നമ്മൾ ലാക്ക്, 10 ലാക്ക്, ക്രോർ. ഓക്കെ, ഇനി എന്താ? ഇൻ അതർ കൺട്രീസ് ദീസ് നമ്പേഴ്സ് ആർ നോട്ട് ബൈ ഡിഫറെന്റ് നെയിംസ്. അപ്പൊ എന്താണ്? പല പല കൺട്രീസിലും ഈ പേരുകൾ പല പല പേരുകളിലാണ് അറിയുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇപ്പൊ ഇതിൽ എത്ര പൂജ്യ? വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്. ലാക്കിനെ വേറെ കൺട്രിയിൽ പറയുന്ന പേരാണ് എന്ത്? 100,000. എന്താണ്? 100,000. ഇനി മില്യൺ എന്താ? നമുക്ക് നോക്കി നോക്കാം. വൺസ്, ടെൻസ്, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്. 10 ലാക്കിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മില്യൺ. നമ്മൾ പറയാറില്ല 10 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ യൂട്യൂബിലായാലാണ് എന്താവുക? 1 മില്യൺ ആവുക. അപ്പോൾ 10 ലാക്കിന് നമ്മൾ 1 മില്യൺ എന്നാണ് പറയുക. അപ്പോൾ ക്രോറിന് നമ്മൾ 10 മില്യൺ എന്ന് പറയും. ദെൻ അതിൻ്റെ അപ്പുറം ക്രോർ വരെയാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. ദെൻ അതിൻ്റെ അപ്പുറം ഒരു പൂജ്യം കൂടിയും ആയാൽ നമ്മൾ അതിനെ 100 മില്യൺ എന്ന് പറയും. ദെൻ അടുത്തത് ഇങ്ങനെ വന്ന, അതായത് 1 ഇവിടെ 0, ഇവിടെ 0, 0, 0, 0, 0, 0, 0, 0 ഇത്രയും വന്നാൽ എന്താണത്? 1 ബില്യൺ ആണ്. Okay. Then according to the census 2011 census there are about 3 crore and 40 lakhs. അപ്പോൾ എന്താണ്? നമ്മുടെ സെൻസസ് പ്രകാരം 2011 സെൻസസ് പ്രകാരം എത്ര ആൾക്കാരുണ്ട്? 3 crore 40 lakhs ആൾക്കാരുണ്ട്. അപ്പൊ വേറെ കൺട്രിയിൽ ഈ 3 crore 40 lakhsന് നമുക്ക് എങ്ങനെ പറയാം? 34 million എന്ന് നമുക്ക് പറയാം. ഓക്കെ, then what about the population of India? It is more than 100 crores. അതെന്താണ്? 100 കോടിയുണ്ട്. അപ്പൊ ആ 100 കോടിയിൽ നമുക്ക് എന്ത് പറയാം? 1 ബില്യൺ എന്ന് പറയാം. അപ്പൊ 100 ക്രോറിന് നമുക്ക് എന്ത് പറയാം? 1 ബില്യൺ എന്ന് പറയാം. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ വേൾഡിലെ തന്നെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 800 crores ഉണ്ട്. 800 crore ആണ്. അതിന് നമുക്ക് എന്ത് പറയാം? 8 ബില്യൺ എന്ന് പറയാം. അപ്പൊ 800 crore-നാണ് നമ്മൾ എന്ത് പറയുന്നത്? 8 ബില്യൺ എന്ന് പറയുന്നത്. നമ്മൾ ബില്യനെയർ, മില്യനെയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. For example, the number obtained by multiplying all one-digit number from 1 to 9 is എന്താണ്? ഇതെന്താണെന്ന് വെച്ചാലേ, ഓക്കെ, 1 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറും, അതായത് 4 × 5 × 6 × 7 × 8 × 9 ചെയ്താൽ നമുക്ക് ഈ നമ്പറാണ് കിട്ടുക എന്നാണ് പറയുന്നത്. ഈ നമ്പർ, അതായത് 36, 28, 80. ഈ നമ്പർ നമുക്ക് എങ്ങനെ വായിക്കാം? ഹൗ ഡു വി റീഡ് ദിസ്? നമ്മൾ എങ്ങനെയാണ് ഈ നമ്പർ വായിക്കുക? അപ്പൊ ആദ്യം നമ്മൾ 3, എന്താ 36, 362 അങ്ങനെ നമുക്ക് വായിച്ചു പോകണം. അപ്പൊ നമുക്ക് അതിന് വായിക്കാനായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇവിടെ എഴുതിയിട്ട് നമുക്ക് പഠിക്കാം. 3, 6, 2, 8, 8, 0. ഓക്കെ, ഇതല്ല നമ്മുടെ നമ്പർ. ഇതിന് നമ്മൾ വായിക്കാനായിട്ട് പഠിക്കുമ്പോൾ ഇതെന്താണ്? ഇത് വൺസ് പ്ലേസ് ആണ്. ഇതെന്താ? ടെൻസ് പ്ലേസ് ആണ്. ഇതെന്താ? 100 ആണ്. ദെൻ അപ്പുറത്ത് എന്താ? 1000 ആണ്. ദെൻ അതിൻ്റെ അപ്പുറത്ത് എന്താ? 10,000 ആണ്.
ദെൻ അതിൻ്റെ അപ്പുറത്ത് എന്താ ലാക്ക് ആണ്. ഈ കാര്യങ്ങൾ എന്താ കൂട്ടുകാർക്ക് എപ്പോഴും ഓർമ്മ വേണം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇതെന്താണ്? ഇത് വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100, 1000, 10,000 ആൻഡ് ലാക്ക്. അപ്പൊ ഈ നമുക്ക് ഇവിടെ മുതൽ വായിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എന്താ ആദ്യം ഇത് വായിക്കുക, പിന്നെ ഇത് വായിക്കുക. അപ്പൊ നമുക്ക് ഇതെന്ത് കിട്ടി? 3 lakh എന്ന് കിട്ടി. 3 lakh നമ്മൾ എഴുതാൻ പോവാണേ. 3 lakh. ഇനി എന്താ 3 lakh, പിന്നെ നമ്മൾ എന്താ 62,000. 6, 10,000, 2,000 എന്നല്ല വായിക്കുക, നമ്മൾ ഇത് രണ്ടും ഒരുമിച്ചിട്ടാണ് നമ്മൾ വായിക്കുക. അപ്പൊ എന്താ 62,000. അപ്പോൾ 3 lakh 62,000. പിന്നെന്താ, പിന്നെ ഇതെന്താ വായിക്കുക 800. എന്താണ് 800. ദെൻ ഇത് നമ്മൾ ഒരുമിച്ചിട്ടാണ് വായിക്കുക 880. മനസ്സിലായ? അപ്പൊ ഇത് വായിക്കേണ്ട രൂപമാണ് പറയുന്നത് 3,62,880. അപ്പൊ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 3,62,880. 3,62,880. ഇത് എഴുതുമ്പോൾ ഈ ഇങ്ങനെയല്ല 3 എഴുതേണ്ടത്, ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ഓക്കെ, കൂട്ടുകാർക്ക് വായിക്കാൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി വീഡിയോ റിവൈസ് ചെയ്തിട്ട് ബാക്ക് അടിച്ചിട്ട് വായിച്ചു നോക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെയാണ് വായിക്കുക? ഇപ്പൊ ഇത് വരുമ്പോ 3,62,880. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കി നോക്കാം 1 digit numbers. അപ്പോൾ എന്താണ്? 1 മുതൽ 9 വരെ ഉള്ളത് 1 digit നമ്പർ ആണ്. 10 മുതൽ 99 വരെ എന്താണ്? 2 അക്ക സംഖ്യകളാണ്. ദെൻ 100 മുതൽ 999 വരെ 3 ഡിജിറ്റ് ആണ്. ദെൻ പിന്നെന്താ, അങ്ങനെ അങ്ങനെ ഡിജിറ്റിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഹൗ ഡു വി റീഡ്? ഈ നമ്പർ നമ്മൾ എങ്ങനെ വായിക്കും? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നോക്കി നോക്കാം. 2 എഴുതി, 3 എഴുതി, 4 എഴുതി, 5 എഴുതി, 6 എഴുതി, 7 എഴുതി. 2, 3, 4, 5, 6, 7. ഓക്കെ, ഇത് നമ്മൾ മേലെ ഇതാ വൺസ്, ടെൻസ്, 100, 1000, 10,000, ദെൻ ലാക്ക്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ വായിക്കാം? 2 lakh. പിന്നെന്താ, ഇത് രണ്ടും കൂടി ഒരുമിച്ച്. അപ്പൊ എന്താ 34,000. ഈ 34 ഒക്കെ മറ്റിച്ച് എഴുതണേ, നമുക്ക് പെട്ടെന്ന് എഴുതണ കാരണമാണ്. 34,500. പിന്നെന്താണ് 67. 567. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയല്ലേ നമ്മൾ മേലെ എഴുതാൻ പഠിച്ചത്. അപ്പൊ ഇതാണ് ഇങ്ങനെ എഴുതാന്ന് പറഞ്ഞിട്ടുള്ളത്. 2,34,500. ഇവിടെ ജസ്റ്റ് ഒരു ആൻഡ് ചേർത്തുന്നുള്ളൂ. അത് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇടുന്നതാണ് നല്ലത്. ആൻഡ് 67. ഓക്കെ അല്ലേ? ഇനി നമുക്ക് താഴെ വായിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഇതെങ്ങനെ വായിക്കുക? 1s, 10s, 100, 1000. അപ്പോ 2023, the minimum distance between the earth and the moon is. ഇതെങ്ങനെ വായിക്കുക? 3, 5, 6, 5, 6, 9. 1s, 10s, 100, 1000, 10,000, lakh. അപ്പോ 3,56,569 kilometers, and the maximum is 4 lakhs. 4 lakhs അല്ലേ? 4,06,558 kilometers. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ കൂട്ടുകാർക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. ഇനി നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ദ സെൻസസ് 2011 സെൻസസ്, ദ പോപ്പുലേഷൻ ഓഫ് കേരള വാസ് 40,6,061. 1s, 10s, 100,000, 10,000, lakh,
10 lakh crore. അപ്പോൾ ഇവിടെ crore വന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ വായിക്കുക? 3 crore 34 lakh 6,061. എങ്ങനെയാണ്? 3 crore 34 lakhs 6,061 and the total population of India was എന്താണ്? 1 tens 100,000 10,000 lakh 10 lakh crore 10 crore. അപ്പോൾ ഇതെന്താ? മില്യൻ്റെ അടുത്തേക്ക് പോയി. ഓക്കെ, ഇനി നെക്സ്റ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഫ്രം 1 to 11 ഈസ് 1 മുതൽ 11 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 tens 100,000 10,000 lakh 10 lakh crore. അപ്പോൾ എത്രയാണ്? 3 crore 99 lakh 60,800. ഓക്കെ, അപ്പൊ ഇങ്ങനെ വായിക്കാനായിട്ട് എന്ത് ചെയ്യണം? കൂട്ടുകാർക്ക് കിട്ടണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കി നോക്കാം, ഗ്രോയിങ് നമ്പേഴ്സ്. അപ്പൊ അടുത്ത ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളതാണ് ഗ്രോയിങ് നമ്പേഴ്സ്. അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? there are only 9 one-digit numbers 1 2 3 9. എന്താണ്? how many two-digit numbers are there? that is number from 10 to 99. അതായത് 10 മുതൽ 99 വരെ എത്ര 2-digit numbers ഉണ്ട്? Let's think. There are 99 numbers from 1 to 99. 1 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 99 നമ്പേഴ്സ് ഉണ്ട്. We have to remove that one-digit numbers from 1 to 9 from this. അപ്പോൾ ഇതിൽ നിന്ന് 1 മുതൽ 99 വരെയുള്ള നമ്പറിൽ 1 മുതൽ 9 വരെയാണ് എന്ത്? 1-digit നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ നമ്പേഴ്സ് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 99 മൈനസ് ഇത് 9 നമ്പേഴ്സ് അല്ലേ, -9 ചെയ്താൽ 90 നമ്പേഴ്സ് ഉണ്ട്. അതായത് 90 2-digit നമ്പേഴ്സ് പ്രസന്റ് ആണ്. Okay അല്ലേ? Like this we can't we calculate how many 3-digit numbers are there from 1 to 399? We have to remove those from 1 to 99. അപ്പോൾ എന്താണ്? 1 മുതൽ 999 വരെ എത്ര 2-digit നമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ എന്താ? 999 നിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതി? 99 കുറച്ചാൽ നമുക്ക് എത്ര 3-digit നമ്പേഴ്സ് പ്രസന്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി എന്താ? ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. നമ്മളൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഹൗ മെനി 2-digit numbers are there having both the digit 1 and 3? അതായത് 1 3 വെച്ചിട്ട് നമുക്ക് എത്ര 2-digit numbers ഉണ്ടാക്കാം? ഒന്ന് 13 ഉണ്ടാക്കാൻ പറ്റും, ഒന്ന് എന്താ 31 ഉണ്ടാക്കാൻ പറ്റും. ആകെ 2 എണ്ണമാണ് പറ്റുക. ഓക്കെ, then how many 3-digit numbers have the 3-digit 1 3 5? അതായത് എന്താ? 1 3 5 ഉപയോഗിച്ചിട്ട് 1 3 5 ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര 3-digit നമ്പേഴ്സ് ഉണ്ടാക്കാം? അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ആദ്യം 1 എടുക്കാം. എന്നിട്ട് നമുക്ക് എന്താ? 1 3 5 പറ്റും. അതുപോലെ തന്നെ 1 നിർത്തിയിട്ട് നമുക്ക് എന്തും പറ്റും? 5 3 പറ്റും. ഇനി 1 വേറെ ഏതെങ്കിലും പറ്റുമോ? 1 ആദ്യം നിർത്തിയിട്ട് ഇല്ല. അപ്പൊ നമ്മൾ 1 കഴിഞ്ഞു. ഇനി നമ്മൾ 3 എടുത്തു. ഇനി നമ്മൾ ഏതാണ് എടുത്ത്? 3 എടുത്തു. അപ്പൊ 3 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 1 5 എഴുതാം. അതുപോലെ തന്നെ 3 5 1 എഴുതാം. അപ്പൊ 3 കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 5 എടുക്കാം. 5 എടുത്തിട്ട് നമുക്ക് 5 3 1 എഴുതാം, 5 1 3 എഴുതാം. ഇനി ഏതെങ്കിലും 3-digit നമ്പർ പോസിബിൾ ആണോ?
അല്ല അല്ലേ, നമ്മൾ 1 എടുത്തു, 3 എടുത്തു, 5 എടുത്തു. അപ്പോൾ 1 2 3 4 5 6 എത്രയാണ്? All together we can make 6 3-digit numbers using 1 3 and 5. അപ്പോൾ എന്താണ്, നമുക്ക് 6 നമ്പേഴ്സ് ആണ് നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ അല്ലേ? ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതിൻ്റെ അടിയിൽ, അത് നോക്കി നോക്കൂ. സോ ഹൗ മെനി 4-digit numbers are possible with 1 3 5 7? ഇവിടെ 1 3 5 അല്ലേ, ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു സംഖ്യയും കൂടി ആഡ് ആക്കാണ്, അതാണ് 7. അപ്പോൾ 7ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും? ഹൗ മെനി 3-digit numbers with digit 1 3 5 in each? What are the different positions where we can attach 7? ഈ 7 നമുക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 135 എടുക്കാം. ആദ്യം 135 എടുത്തിട്ട് നമുക്ക് അതിലെന്ത് ചെയ്യാം? 7 നമുക്ക് പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും? ആദ്യം 7 1 3 5 പറ്റും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് 7 രണ്ടാമത്തെ പൊസിഷനിലാക്കിയിട്ട് 1 7 3 5 ആക്കാം, 1 3 7 5 ആക്കാം, 1 3 5 7 ആക്കാം. അപ്പോൾ ഇത്രയും ഡിജിറ്റാണ് എന്ത് ആദ്യത്തെ നമ്പറിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് രണ്ടാമത്തേത് എടുത്ത് നോക്കാം, 1 5 3. അപ്പോൾ 1 5 3യിൽ നമ്മൾ 7 കൊടുക്കുകയാണെങ്കിൽ ആദ്യം ആദ്യത്തേൽ വെക്കുക, ദെൻ പിന്നെന്താ, പിന്നെ നമുക്ക് 1 7 5 3 1 5 7 3 1 7 5 3 ഇത്രയും നമ്പേഴ്സ് നമുക്ക് ഇത് വെച്ചുണ്ടാക്കാം. അപ്പോൾ ഇവിടെ 4 നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റി, ദെൻ ഇവിടെയും 4 ഇവിടെയും 4 ഇവിടെയും 4 ഇവിടെയും 4 ഇവിടെയും 4. അപ്പോൾ 6 × 4 എത്ര നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 24 നമ്പേഴ്സ് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതുമാണ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ നമ്പർ എടുക്കുക, 7 എല്ലാ സ്ഥലത്തും വെച്ച് നോക്കുക, ദെൻ ഇതെടുക്കുക, 7 എല്ലായിടത്തും വെച്ച് നോക്കി നമുക്ക് 24 നമ്പേഴ്സ് കിട്ടും. അങ്ങനെ 24 എണ്ണം കിട്ടിയാൽ നമ്മുടെ എന്താ, യുവർ റീസണിങ് ഈസ് കറക്റ്റ്, നിങ്ങളുടെ ആൻസർ എന്താണ്? ശരിയാണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് ഫോർ എക്സാമ്പിൾ, ഹൗ ഡു വി കമ്പ്യൂട്ട് ദ നമ്പേഴ്സ് ഓഫ് 3-digit വിത്ത് ഡിജിറ്റ് 0 1 3 വെച്ച് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം? 0 എന്തായാലും തുടക്കത്തിൽ ഇടാൻ പറ്റില്ല. തുടക്കത്തിൽ ഇട്ടാൽ എന്താ, അത് 2-digit നമ്പർ ആകും, 3-digit ആവില്ല. അപ്പം നമുക്ക് എന്താ 3 not 1ഉം 1 not 3ഉം പിന്നെന്താ ഉണ്ടാക്കുക? അങ്ങനെ ഉണ്ടാക്കണ്ട, ഓർഡറിൽ ഉണ്ടാക്കാം. 3 not 1 ഉണ്ടാക്കാം. പിന്നെ നമുക്ക് എന്തുണ്ടാക്കാം? 3 1 0 ഉണ്ടാക്കാം. പിന്നെ ഏതെങ്കിലും നമ്പർ 3 വെച്ചിട്ട് പോസിബിൾ അല്ല, 1 വെച്ചിട്ട് നമുക്ക് 1 0 3 ഉണ്ടാക്കാം, 1 3 0 ഉണ്ടാക്കാം. ആകെ 4-digit നമ്പേഴ്സ് ആണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, 0 cannot be the first digit. 0ക്ക് എന്താവാൻ പറ്റില്ല? ഫസ്റ്റത്തെ ഡിജിറ്റ് ആവാനായിട്ട് പറ്റില്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ആ പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്യാനുള്ളൂ, അത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ എന്താ, കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫാണ്, കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എളുപ്പമാണ്, പക്ഷെ കുറച്ചധികം സമയം എടുക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൗ മെനി 2-digit numbers are there with 0? അതായത് 0 വെച്ചിട്ട് എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? നമുക്കറിയാം എന്താണ്, 10 മുതൽ 99 വരെയാണ് എന്തുള്ളത്? 2-digit നമ്പേഴ്സ് ഉള്ളത് അല്ലേ? അപ്പൊ അതിൽ 0 വെച്ചിട്ട് എത്ര സംഖ്യകൾ ഉണ്ടാവും? 10 20 30 40 50 60 60 70 80 90 എത്ര ഉണ്ട്? 9 ഉണ്ട്. സോ ഇതിന്റെ ആൻസർ 9 ആണ്. ഹൗ മെനി വിത്തൗട്ട് 0? അപ്പൊ 0 വെച്ച് അല്ലാണ്ട് എത്ര സംഖ്യകൾ ഉണ്ടാവും? അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ആകെയുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്, ആകെയുള്ള 2-digit നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്?
99 മൈനസ് 9, അതായത് 1 മുതൽ 9 വരെ 1 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ അത് മൈനസ് ചെയ്താൽ നമുക്ക് 90 കിട്ടും. ആകെ ടോട്ടൽ 90 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഉള്ളത്. അതിൽ 0 വെച്ചിട്ടുള്ള നമ്പേഴ്സ് ആണ് 9 എണ്ണം. സോ വിത്തൗട്ട് 0 എത്ര നമ്പർ വരും? 90 മൈനസ് 9 ചെയ്താൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു 81. അപ്പോൾ 81 നമ്പേഴ്സ് ആണ് വിത്തൗട്ട് 0 ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. രണ്ടാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ? How many 3-digit numbers are possible with 2 zeros വെച്ചിട്ട് എത്ര 3-digit numbers പോസിബിൾ ആണ്? 2 zeros, അതായത് 3-digit numbers നമുക്കറിയാം എവിടെ മുതലാണ് സ്റ്റാർട്ടിങ്? 100 മുതൽ 999 വരെ. അതിൽ 2 പൂജ്യങ്ങൾ വരുന്ന എത്ര സംഖ്യകളുണ്ട്? 100 ഉണ്ട്, 200 ഉണ്ട്, 300, 400, ഇതേപോലെ തന്നെ 500, 600, 700, 800, 900. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം പോസിബിൾ ആണ്. എത്രയാണ്? 9 എണ്ണം. ഈ നെക്സ്റ്റ്, ഹൗ മെനി 3-digit numbers are there with only 1 zero? അപ്പൊ എന്താണ്? 1 0 മാത്രം വെച്ചിട്ട് നമുക്ക് കുറച്ചധികം സ്ഥലം വേണം. 100 മുതൽ 999 വരെയുള്ള സംഖ്യകളിൽ ഒരു പൂജ്യം മാത്രം വെച്ചിട്ട് നമുക്ക് എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാകും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം 100 മുതൽ 200 വരെ ചെയ്യുകയാണെങ്കിൽ എത്ര സംഖ്യകൾ വരും? 101, 102, 103, 104, 105, 106, 107. ഇത് 2ന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. 108, 109 വരെ വരും. പിന്നെന്താ? 110, 120, ദെൻ അങ്ങനെ 130, 140, 150, 160, 170, 180, 190. ഇത്രയുമാണ് 100 മുതൽ 200 വരെ വരിക. നമുക്കൊന്ന് എണ്ണി നോക്കാം. എണ്ണി നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 ഡിജിറ്റ് വന്നു. അപ്പൊ ഈ 100 മുതൽ 200 വരെ ഇത്ര വന്നെങ്കിൽ പിന്നെന്താ? പിന്നെ 200 മുതൽ 300 വരെ, 300 മുതൽ 400 വരെ, 400 to 500, 500 to 600, 600 to 700, 700 to 800, 800 to 900, 900 to 999. അപ്പൊ എത്ര വരും? ഇവിടെയും 18, ഇവിടെ 18, ഇവിടെ 18, എല്ലായിടത്തും 18 എണ്ണം വരും. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇപ്പോൾ 1 ഇവിടെ, 2, 3, 4, 5, 6, 7, 8, 9, 9 into 18 ആയിരിക്കും എന്ത്? നമ്മുടെ how many 3-digit numbers are there with only 1 0? 9 into 18. 9 into 18 ചെയ്താൽ നമുക്ക് 162 കിട്ടും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്, how many 3-digit numbers are there without any zeros? അപ്പോൾ zeros ഒന്നും ഇല്ലാണ്ട് എത്ര 3-digit നമ്പർ ഉണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ 2ൽ മൂന്നാമത്തേതിൻ്റെ ആൻസർ ആണ്. ടോട്ടൽ 3-digit നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 900 ആണ്. അതിൽ ഡൗട്ട് ഒന്നുമില്ല. അതിൽ 1 0 വരുന്ന നമ്പർ with only 1 0 വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ വിത്ത് 1 0 എന്ന് പറയുന്നത് 162 ആണ്. ദെൻ 1 0 കഴിഞ്ഞ് ഇനി 2 0 വരുന്ന നമ്പേഴ്സ് എന്ത്?
20 നമ്പർ എന്ന് പറയുന്നത് 9ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, സീറോ ഇല്ലാത്ത നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതായത് 900 മൈനസ് 162 പ്ലസ് 9 ചെയ്താൽ മതി. ആദ്യം 169 പ്ലസ് 9 ചെയ്യുക, ദെൻ അതെന്ത് ചെയ്യുക, 900 നിന്ന് മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടും 729. ഓക്കെ അല്ലേ? കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായെങ്കിൽ ഒന്നും കൂടി എടുത്ത് നോക്കിയിട്ട് കാണാം, അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും. Next, how many 2-digit numbers are there with the same digit repeated? How many 2-digit numbers? അതായത് എത്ര 2-digit numbers ഉണ്ട്, റിപ്പീറ്റഡ് ആയി വരുന്ന രണ്ട് സംഖ്യയും ഈക്വൽ ആയി വരുന്ന എത്ര 2-digit numbers ഉണ്ട്? എത്രയാണ് 2-digit നമ്പർ? 1 1 2 2 3 3 4 4 5 5 6 6 7 7 8 8 9 9. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 ഉണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന രണ്ടക്ക സംഖ്യകൾ 9 എണ്ണം. ഇനി നെക്സ്റ്റ്, ഹൗ മെനി 3-digit numbers with the same digit repeated thrice? അങ്ങനെയാണെങ്കിൽ സെയിം നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്ന മൂന്നക്ക സംഖ്യകൾ എത്ര എണ്ണമാണ്? ഇതിൻ്റെ കൂടെ ഒക്കെ ഒന്നും കൂടി കൂട്ടിയാൽ പോരെ? ഇവിടെ ഒരു 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 6 7 8 9. അപ്പോൾ അതിൻ്റെയും ആൻസർ എത്രയാണ്? 9 ആണ്. ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. There are some numbers which read the same when the digits are put in the reverse order. For example, 1s, 10s, 100, 1000, 10,000, 46,764. Such numbers are called palindromic numbers. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയ ഒരു ടേമിനെ കുറിച്ച് പഠിക്കുകയാണ്, palindromic numbers. അതായത് എന്താ? ഇപ്പം 4 6 7 6 4 ഇത് ഇങ്ങനെ വായിക്കുകയാണെങ്കിലും 4 6 7 6 4 ആണ്. ഇങ്ങനെ വായിക്കുകയാണെങ്കിലും സെയിം നമ്പറാണ്. ഫോർ എക്സാമ്പിൾ 101 202 313 ഇതൊക്കെ എന്താ? ഇങ്ങനെ വായിക്കുകയാണെങ്കിലും ഇങ്ങനെ വായിക്കുകയാണെങ്കിലും സെയിം ആണ്. 22 33 ഇതെല്ലാം പാലിൻഡ്രോമിക് നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ എന്താ? ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി 2-digit numbers are palindromes? എത്ര 2-digit numbers ഉണ്ട് palindromes? 1 1 2 2 3 3. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9 9 വരെ വരും. സോ 9 എണ്ണം. ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ മെനി 3-digit numbers ആണ്. അപ്പോൾ അത് 2-digit പോലെ എളുപ്പമല്ല. 2-digit ആണെങ്കിൽ സെയിം ആയിരിക്കും. 3-digit ആകുമ്പോൾ 333 മാത്രമല്ല 303യും എന്താണ്? പാലിൻഡ്രോമിക് നമ്പർ ആണ്. അപ്പോൾ ഇതും 3-digitഉം 4-digitഉം എന്താ? കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇരുന്ന് എന്ത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ടിങ് പറഞ്ഞു തരാം. സോറി, ഒന്ന് റബ്ബ് ചെയ്യട്ടെ. നമുക്ക് നോക്കി നോക്കാം. ആദ്യം 3-digit നോക്കുകയാണെങ്കിൽ എന്തൊക്കെ വരും? 101 111 121 131 141 151 161 171 181 191 ഇങ്ങനെ വരും അല്ലേ? ഇനി 101ന്റെ പോലെ തന്നെ എന്ത് വരും? 201ലും ഇത്ര സംഖ്യകൾ വരും. 301ലും 401ലും 501ലും 601ലും 701ലും 801ലും 901ലും വരും. അപ്പോൾ ലാസ്റ്റ് ഇത്രയും സംഖ്യകൾ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എന്താണ്? ഈ സെയിം സാധനങ്ങൾ 1ന്റെ പകരം 2 ആയിട്ട് ഇവിടെയും ഒക്കെ വരും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ?
ഒരുപാട് സംഖ്യകൾ ഉണ്ടായിരിക്കും. അതെന്ന് പറയുമ്പോൾ നമ്മളിത് എണ്ണി നോക്കുകയാണെങ്കിൽ ഇത് കൂട്ടുകാർ എഴുതി നോക്കുക. എന്നിട്ട് എണ്ണി നോക്കുകയാണെങ്കിൽ എത്ര സംഖ്യകൾ വരും? 10 × 9, അതായത് 90 വരും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 10 × 9 900 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി 4 അക്ക സംഖ്യകൾ പറഞ്ഞാൽ എങ്ങനെയാണ്? അടുത്ത ക്വസ്റ്റ്യൻ 4 അക്ക സംഖ്യയാണ്. അതും ഈ സെയിം ആണ്. ആദ്യത്തെ റോ ഞാൻ പറഞ്ഞു തരാം, ബാക്കിയുള്ളത് കൂട്ടുകാർ ചെയ്ത് നോക്കാം. 1001 111, ദെൻ എന്താ 1221 1331 1441 1551 1661 1771 1881, പിന്നെന്ത് വരും? 1991. അപ്പൊ ഇതുപോലെ തന്നെ എങ്ങോട്ടും വരും? അടിക്കും വരും അല്ലേ? 2002 3003 അങ്ങനെ 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 ഏത് വരെ വരും? 909 വരെ വരും. ഓക്കെ, അപ്പൊ ഇതും ഫില്ല് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? 10 × 9 ആണ് കിട്ടുക. 10 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, how many 4-digit numbers can be made using all digit 1 2 3 4? അതായത് 1 2 3 4 ഉപയോഗിച്ചിട്ട് എത്ര 4 അക്ക സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാം? അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 1 വെച്ചിട്ട് എല്ലാതും ഉണ്ടാക്കാം. 1 2 3 4. പിന്നെ എന്തുണ്ടാക്കാം? 1 3 2 4 നമുക്ക് ഉണ്ടാക്കാം. 1 3 4 2 നമുക്ക് ഉണ്ടാക്കാം. ദെൻ നമുക്ക് എന്തുണ്ടാക്കാം? 3 വെച്ചിട്ട് 2 കഴിഞ്ഞു. ഇനി നമുക്ക് 2 വെച്ചിട്ടുണ്ടാക്കാം. 1 2 3 4 ഉണ്ടാക്കാം. 1 3 2 4 ഉണ്ടാക്കാം. ദെൻ ഇനി നമുക്ക് 1 4 3 2 ഉണ്ടാക്കാം. അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി പോവാം. ഇതിന് വേറൊരു എളുപ്പ വഴിയും കൂടി ഉണ്ട്. ആദ്യം എന്താ? നേരത്തെ നമ്മൾ ചെയ്തില്ലേ? ആദ്യം 1 2 3 ഇട്ടിട്ട് 3-digit നമ്പേഴ്സ് ആദ്യം എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി നോക്കുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക? 4ഉം കൂടി എല്ലാത്തിലും ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കുക. സോ നമുക്ക് എത്ര കിട്ടും? ഫൈനൽ ആൻസർ നമുക്ക് 4 × 6 കിട്ടും. 4 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 24 എണ്ണം കിട്ടും. ദെൻ ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ സമ്മ് നോക്കി നോക്കുക. അത് നോക്കിയാൽ നമുക്ക് സമ്മ് കിട്ടും 66660 എന്ന് കിട്ടും. സോ ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കി നോക്കുക. ഇത് സിമ്പിളാണ്, കുറച്ചധികം ചെയ്യാനുണ്ടെന്നുള്ളൂ. ശ്രദ്ധാപൂർവം ചെയ്താൽ കിട്ടും. നമ്മൾ ചെയ്യുമ്പോൾ സമയം പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, മെത്തേഡ്സ് പറഞ്ഞു തരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു പാർട്ടിലാണ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വേണോ അതോ പാർട്ടായിട്ട് വേണോ എന്നുള്ളത് കൂട്ടുകാരെ അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.